ഡാവിഞ്ചി മൈക്കിളാഞ്ചലോ ഒരേ നാട്ടുകാരാണ്, ഇറ്റലിക്കാരാണ്. ഡാവിഞ്ചി ജനിച്ച് 25 വർഷം കഴിയുമ്പോഴാണ് മൈക്കിളാഞ്ചലോ ജനിക്കുന്നത്. ഡാവിഞ്ചിക്ക് ഒരു 50 വയസ്സുള്ളപ്പോൾ മൈക്കിളാഞ്ചലോ ആർട്ടിലേക്ക് എൻട്രി ചെയ്തു. വളരെ ചെറുപ്പത്തിലെ അസൂയപ്പെടുന്ന രീതിയിലുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളാണ് മൈക്കിളാഞ്ചലോ. സ്വാഭാവികമായിട്ടും ഡാവിഞ്ചിക്ക് മൈക്കിളാഞ്ചലോട്ട് ചെറിയ റൈവലറി ഉണ്ടായിരുന്നെന്ന് പറയാം. മൈക്കിളാഞ്ചലോ ഡേവിഡിൻ്റെ ശില്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഫ്ലോറൻസിലെ ടൗൺഷിപ്പ് ഒരുമിച്ച് കൂടി. അവരൊരു കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുത്തു, ഈ ശില്പത്തെ എവിടെ പ്ലേസ് ചെയ്യണം, ടൗൺ ഹാളിൻ്റെ. അപ്പോൾ ആ കമ്മിറ്റിയിൽ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുമാരൊക്കെ ഉണ്ട്. ആ കമ്മിറ്റിയിൽ ഡാവിഞ്ചി ഉണ്ട്. അപ്പോൾ ഭൂരിപക്ഷം അഭിപ്രായം ഈ ശില്പം മനോഹരമാണ്, ഇതിനെ ടൗൺ ഹാളിൻ്റെ എൻട്രൻസിൽ തന്നെ നമ്മൾ വെക്കണം, കാരണം എല്ലാവരും കാണണം. അപ്പോൾ അതിൽ ഡാവിഞ്ചി മാത്രമാണ് അത് ഫ്രണ്ടിൽ കൊണ്ടൊന്നും വെക്കേണ്ട കാര്യമില്ല, അത് സൈഡിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നൊരു നിർദ്ദേശം പറയുന്നത്. അപ്പോൾ ഡാവിഞ്ചിക്ക് മൈക്കിളാഞ്ചലോട് ഉണ്ടായിരുന്ന റൈവലറി അതിൻ്റെ കൃത്യമായി പ്രകടമാണ് ഈ സംഭവത്തിൽ. ഇങ്ങനെ ചിന്തിക്കായിരുന്നു, ഈ രണ്ടുപേരും തമ്മിൽ കൊലാബ് ചെയ്തിരുന്നെങ്കിൽ, ഈ രണ്ടുപേരും അവരുടെ ജീനിയസ് ഒരു വർക്കിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ലോകം എത്ര വലിയ വണ്ടർ കണ്ടാനെ. ഡാവിഞ്ചിക്ക് മൈക്കിളാഞ്ചലോട്, മൈക്കിളെ നീ ആർട്ടിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്ര മനോഹരമായ സൃഷ്ടികളുണ്ടായേനെ. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ജോണും ജീസസിൻ്റെ കൊലാബാണ്. അവർ കൊലാബറേറ്റ് ചെയ്തുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. യോഹന്നാൻ വഴി വെട്ടി തുടങ്ങി, ഈശോ വന്നപ്പോഴേക്കും പറഞ്ഞു, ഇനി അവൻ വളരട്ടെ, ഞാൻ കുറയണം. അവിടെയാണ് ഒരു മിനിസ്ട്രി ഉണ്ടാവുന്നത്. അവിടെയാണ്, ആ കൊലാബിലാണ് ഒരു വണ്ടർ ഉണ്ടാവുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിയമസഭ ഇലക്ഷൻ വരാൻ പോവാണ്. ഇപ്പോൾ സീറ്റിനെ കുറിച്ചുള്ള തർക്കങ്ങൾ നടക്കുകയാണ്, സീറ്റ് വിഭജനം നടക്കുകയാണ്. കുറേ അധികം ആൾക്കാർ, പൊളിറ്റിക്സിലെ കുറേ അധികം ആൾക്കാർ നമ്മളൊക്കെ പോയി ഇനി പിള്ളേർ കയറി വരട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിലേ നമ്മുടെ കേരളം സൂപ്പറായനെ.